സോ ദിസ് ഈസ് ദ ഡേ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം എംബാപ്പയും ഹാളൻഡും ലിയോ മെസ്സിയും എല്ലാവരും കളഞ്ഞിറഞ്ഞ് കളിച്ചപ്പോൾ ഇന്ന് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപാട് വിമർശനങ്ങൾക്കൊടുവിൽ, ഒരുപാട് ഫാൻസിൻ്റെയും ഹേറ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും വിമർശനങ്ങൾക്കൊടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോളുകളുമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഹേറ്റേഴ്സിൻ്റെ വായ ഒരിക്കൽ കൂടി അടപ്പിച്ചിട്ടുണ്ട്. സോ ഇനി ക്രിസ്ത്യാനോ എവിടെ എന്ന് ചോദിച്ചവർക്കുള്ള ചുട്ട മറുപടിയുമായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തിരിച്ചുവരവ്. ഉസ്ബെക്കിസ്ഥാനെതിരെ ഇന്നലെ നടന്ന മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോളുകളുമായി മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ട്. സോ ഇതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ തന്നെ പോർച്ചുഗൽ 3-0 ശക്തമായ ലീഡുമായിട്ടാണ് പോയത്. കളി 5 ഗോളുകളോ 6 ഗോളുകളോ നേടുമെന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. അതുപോലെ തന്നെ പോർച്ചുഗൽ 5-0 വ്യക്തമായ ലീഡോട് കൂടി പോർച്ചുഗൽ ഗ്രൂപ്പിലെ 1ാം സ്ഥാനത്തോട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇനിയൊരു മത്സരം കൂടി ബാക്കിയുണ്ട്. ആ ഗ്രൂപ്പിലെ ശക്തമായ മത്സരം പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയയാണ്. ആ മത്സരമായിരിക്കും ഗ്രൂപ്പിലെ ജേതാക്കളെയും 2ാം സ്ഥാനക്കാരെയും ഈവൻ നെക്സ്റ്റ് റൗണ്ട് വരെ നിർണ്ണയിക്കുന്ന മത്സരം അതാണ്. സോ നമുക്ക് ആ മത്സരം കാത്തിരുന്ന് കാണാം. ക്രിസ്ത്യാനോ ഈസ് കെയിം ബാക്ക് എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചെറിയ ടീമിനെതിരാണല്ലോ പോർച്ചുഗൽ ഇന്നലെ 5 ഗോൾ അടിച്ചെന്ന് പറയുന്നവരാണ് ഈ കാര്യം പറയാനുള്ളത്. കാരണം ഈ വേൾഡ് കപ്പിന് വരുന്ന ഒരു ടീമും ചെറിയ ടീമല്ല. അതുപോലെ കേപ്പ് വെർദെ, കുറസാവോ ഇതുപോലുള്ള റാങ്കിങ്ങിൽ വളരെ ബാക്കിയുള്ള ടീമുകളുണ്ട്, ഗാന. പക്ഷേ ഇവരൊക്കെ കളിക്കുന്ന കാരണം വേൾഡ് കപ്പിനാണ് വന്നിട്ടുള്ളത്. വേൾഡ് കപ്പിൻ്റെ കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്കറിയാലോ, കഴിഞ്ഞ കളി പോർച്ചുഗൽ ചെറിയ ടീമിനോടാണ് സമനില വലിച്ചത്. അപ്പോൾ ഈ കളി പോർച്ചുഗൽ ക്രിസ്ത്യാനോയുടെ 2 ഗോൾ നേടിയത് ചെറിയ ടീമിനോടാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. കാരണം വേൾഡ് കപ്പാണ്. ഇവരെല്ലാവരും വേൾഡ് കപ്പിന് എത്തുന്നത് മിന്നുന്ന പ്രകടനം അവരുടെ ക്വാളിഫയിങ് റൗണ്ടിൽ കാഴ്ചവെച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് വേൾഡ് കപ്പിന് യോഗ്യത കിട്ടുന്നത്. അപ്പോൾ ഇവരാരും ചെറിയ ടീമായിട്ട് ആരും എഴുതി തള്ളണ്ട. ചെറിയ ടീം ആയിക്കോട്ടെ ഈവൻ, പക്ഷെ അവരെല്ലാം വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്ത ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോക്ക് ആയിട്ട് ഇനി ആരും വരേണ്ടതില്ല. കാരണം ആ ടോക്ക് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. നമ്മൾ ബാക്കിയുള്ള മത്സരങ്ങൾ റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16 കുറിച്ചിട്ടുള്ള പ്രഡിക്ഷനും കാര്യങ്ങളും എങ്ങനെയായിരിക്കും ഫിക്ചേഴ്സ് വരാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.